Welcome to RK's Stories. താളം ഭാഗം 52. അമ്മച്ചിയുടെ 40ന്റെ തലേദിവസം തന്നെ കൊച്ചാച്ചനും ജെസിയും റോസിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. കാലത്ത് അവർ ഒരുമിച്ചാണ് പള്ളിയിലേക്ക് പോയതും. 40ന്റെ അനുസ്മരണ ശുശ്രൂഷയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അമ്മച്ചി അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറുടെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് സേതുവിനൊപ്പം നിൽക്കുന്ന രഘുനന്ദനെയും ശിവനന്ദനെയും റോസ് കണ്ടത്. 40ന്റെ കാര്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും കാലത്തെ അവർ പള്ളിയിലേക്ക് എത്തുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ആ ഒരു സന്തോഷത്തോടെയാണ് അവൾ അവർക്കരികിലേക്ക് ചെന്നത്. കൊച്ചാച്ചനെയും ജെസിയെയും അവർക്ക് പരിചയപ്പെടുത്തുന്നതിനിടയിൽ അൾത്താരയുടെ അടുത്തു നിന്നും എത്തി നോക്കുന്ന അഗസ്റ്റിനച്ചനെ കണ്ടതോടെ അവൾ മനഃപൂർവ്വം സേതുവിന്റെ അടുത്തേക്ക് അല്പം കൂടി പറ്റിച്ചേർന്നു നിന്നു. അത് കണ്ടതോടെ അവൾ പ്രതീക്ഷിച്ചതുപോലെ അച്ഛൻ അൾത്താരയിൽ നിന്നും ഇറങ്ങി അവർക്കരികിലേക്ക് വരികയും ചെയ്തു. അച്ഛോ, ഇത് അമ്മച്ചിയുടെ കൊച്ചേട്ടന്റെ മക്കളാ, രഘുനന്ദനും ശിവനന്ദനും. അവരെ രണ്ടുപേരെയും അവൾ അങ്ങേർക്ക് പരിചയപ്പെടുത്തി. ആഹാ, നിന്റെ അമ്മച്ചിയുടെ വീട്ടുകാരും നിന്നെ അന്വേഷിച്ചെത്തിയല്ലോ, നല്ല കാര്യം. അച്ഛൻ കുഞ്ഞാച്ചന്റെ നേരെ നോക്കി തുടർന്നു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ മറ്റൊരു കാര്യം പറയാനാ. ഈ റോസിന്റെ വിവാഹകാര്യത്തില് നിങ്ങൾ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. എപ്പോഴും നിങ്ങൾക്കൊക്കെ അവളുടെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ. അതും ഞങ്ങളുടെ ആലോചനയിലുണ്ടച്ചോ. വളരെ നല്ലത്. നിങ്ങളെന്നാൽ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളൂ. ഞാനും ദേവശി ചേട്ടനും കൂടി ഏകദേശം ഒരു മണിയാവുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയേക്കാം. ആയിക്കോട്ടെ അച്ചോ. റോസ് തലയാട്ടി. അച്ഛൻ പള്ളിമേടയിലേക്ക് നടന്നപ്പോ അവർ ഒരുമിച്ച് റോസിന്റെ അമ്മച്ചിയുടെ കല്ലറയിലേക്ക് നീങ്ങി. അവർ ചെല്ലുമ്പോഴേക്കും ബിജു കല്ലറയുടെ ചുറ്റും വൃത്തിയാക്കി കല്ലറയ്ക്ക് മുകളിൽ പൂക്കൾ നിരത്തിയിരുന്നു. കൂടാതെ കല്ലറയ്ക്ക് ചുറ്റുമായി മെഴുകുതിരികളും നിരത്തി വെച്ചിട്ടുണ്ട്. ജെസിയും റോസും കുഞ്ഞമ്മയും കൂടി ആ മെഴുകുതിരികൾ കത്തിച്ചപ്പോ ബാക്കിയുള്ളവർ ആ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നിന്നു. അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ട് കണ്ണുകൾ തുടച്ച റോസിനെ കുഞ്ഞമ്മ ചേർത്തു നിർത്തിയപ്പോ ജെസി അവളെ ആശ്വസിപ്പിക്കാനെന്നോണം കയ്യിലും പിടിച്ചു. തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സ്നേഹവിരുന്നിന് ക്ഷണിച്ചിരുന്നവർ എത്തിത്തുടങ്ങിയിരുന്നു. 40 പ്രമാണിച്ച് വീട്ടിൽ മാത്രമല്ല പട്ടണത്തിലെ അനാഥാലയത്തിലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവൾ ഒരുക്കിയിരുന്നു. അവിടത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് കാശിയപ്പനെയും പ്രദീപിനെയുമായിരുന്നു. 1 മണിക്ക് അച്ഛനെത്തിയതോടെ അമ്മച്ചിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെറിയൊരു പ്രാർത്ഥനയും കഴിഞ്ഞ് സ്നേഹവിരുന്ന് തുടങ്ങി. യാമിയുടെയും പ്രദീപിന്റെയും വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാറുനടീലിന്റെ കാര്യങ്ങൾ നടക്കുന്നതിനാൽ ശങ്കരന്മാരാരും അർജുനും വന്നിട്ടുണ്ടായിരുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യം പട്ടണത്തിലുള്ള ഒരു ടീമിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും സേതുവും രഘുവും ശിവനും പ്രവീണും ഒക്കെ അവരുടെ കൂടെ വിളമ്പാൻ കൂടി. പ്രവീണിന്റെ വിളമ്പൽ കൂടുതലും യാമിയെയും വീട്ടുകാരെയും ചുറ്റിപ്പറ്റിയായിരുന്നു എന്ന് മാത്രം. അച്ഛനും കപ്പ്യാനും ഭക്ഷണം കഴിച്ചിറങ്ങിയ ഉടനെ വീട്ടിലെ കാര്യങ്ങൾ കൊച്ചാച്ചനെയും ബിജുവിനെയും ഏൽപ്പിച്ചിട്ട് റോസും സേതുവും കൂടി അനാഥാലയത്തിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ ശിവനും രഘുവും കൂടി ആ കൂടെ ചെന്നു. അവർ ചെല്ലുമ്പോഴേക്കും അവിടത്തെ അന്തേവാസികളും പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു. ഏകദേശം 2 മണിയോടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ തിരികെ ചെല്ലുമ്പോഴേക്കും വീട്ടിലെത്തിയവരും ഭക്ഷണം കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം സംസാരിക്കാനായി കുഞ്ഞാച്ചനും കുഞ്ഞമ്മയും അവരോടൊപ്പം ശിവനന്ദനും രഘുനന്ദനും ഒത്തുകൂടിയപ്പോ ബാക്കിയുള്ളവർ കേൾവിക്കാരായി. ശിവനാണ് സംസാരത്തിന് തുടക്കമിട്ടത്. വല്യച്ഛനും അച്ഛനുമൊക്കെ ഇന്ന് രാത്രി തന്നെ തിരികെ എത്തും. റോസിന്റെ കാര്യം ഇന്ന് തന്നെ അവരോട് പറയാമെന്ന് ഞങ്ങൾ കരുതുന്നത്. ഞാനിപ്പോ വീട്ടിൽ നിന്നും പോന്നിട്ട് ഒത്തിരി നാളായി. നാളെ തിരികെ പോകാനാ ഞാൻ ഉദ്ദേശിക്കുന്നേ. പക്ഷെ ഇവളെ ഇങ്ങനെ ഇവിടെ ഒറ്റക്ക് നിർത്തി പോവുക എന്ന് വെച്ചാ അതും വിഷമമുള്ളൊരു കാര്യം തന്നെയാന്നേ. കുഞ്ഞമ്മ സങ്കടത്തോടെ റോസിന്റെ കൈ കവർന്നെടുത്തു. എന്റെ കുഞ്ഞമ്മേ. ആശ്വസിപ്പിക്കാനായി അവൾ തന്റെ കൈ എടുത്തു പിടിച്ചിരുന്ന കുഞ്ഞമ്മയുടെ കയ്യിൽ മെല്ലെ ഒന്ന് തട്ടി. ഞാൻ ഇവിടെ ഒറ്റക്കായെന്നോർത്ത് ഒരു വിഷമവും വേണ്ട. ഈ കാശിയപ്പനുണ്ടല്ലോ, വൈകുന്നേരം ആകും മുന്നേ എവിടെ എത്തും. പിന്നെ യാമിയും വീട്ടുകാരും തൊട്ടടുത്ത് തന്നെയല്ലേ. കൂടാതെ ഈ വരാന്തയിൽ നിന്ന് ഉറക്കെ വിളിച്ചാല് സേതുവേട്ടനും വൃശ്ചികയും ആ സമയം തന്നെ എവിടെ എത്തും. അത് മാത്രമല്ല, എനിക്ക് കടയിലെയും തോട്ടത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോ അതിനുവേണ്ടിയുള്ള യാത്രയിലായിരിക്കും. എന്നാലും മോളെ, നീ ഒറ്റക്കാണല്ലോ എന്ന് ഓർക്കുമ്പോ അതൊരു വിഷമം തന്നെയാ. ഇന്നിപ്പോ അച്ഛനും പറഞ്ഞത് കേട്ടില്ലേ, കൊള്ളാവുന്നൊരു ചെക്കനെ കണ്ടുപിടിച്ച് നിന്റെ വിവാഹം അങ്ങ് നടത്തിയ അതൊരു സമാധാനമായേനെ. നീ ഇങ്ങനെ വിഷമിക്കല്ലേ സ്റ്റെല്ല. കുഞ്ഞാച്ചനും കുഞ്ഞമ്മയെ ആശ്വസിപ്പിച്ചു.
നമ്മുടെ ഇടവകയിലെ പറ്റിയ ചെറുക്കന്മാരാരെങ്കിലും ആലോചിക്കാന്നേ, സമയമുണ്ടല്ലോ. അത് കേട്ടിരുന്ന രഘു ശിവന്റെ കാലിൽ ആരും കാണാതെ ഒന്ന് ചവിട്ടി. എന്തായാലും അച്ഛനും വലിയച്ഛനൊക്കെ വരട്ടെ, ഇവരുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ. ശിവൻ ചാടി കയറി പറഞ്ഞു. രണ്ടു കൂട്ടരും അവരവരുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയതോടെ റോസ് സഹായത്തിനെന്നോണം കാശിയപ്പനെ നോക്കി. ഇവളുടെ കാര്യം ആര് നോക്കിയാലും കൊള്ളാം, അതുകൊണ്ട് ഇവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ കൺമുന്നിൽ കളിച്ചു വളർന്ന കുട്ടിയാണേ, അവൾക്കൊരു തട്ടുകേടുണ്ടാകരുത്. കാശിയപ്പൻ അവൾക്ക് വേണ്ടി സംസാരിച്ചപ്പോ ഇരു കൂട്ടരും നിശബ്ദരായി. അല്ലേലും അതത്രേ ഉള്ളൂ, മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, അവളുടെ ഇഷ്ടം എന്താണോ അതേ നടക്കൂ. ശിവനന്ദൻ ഉറപ്പിച്ചു പറഞ്ഞതോടെ എല്ലാവരുടെയും നോട്ടം റോസിന് നേർക്കായി. ഞാൻ പറഞ്ഞല്ലോ, തൽക്കാലം ഇപ്പോ വിവാഹം കഴിക്കാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. അപ്പാപ്പൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള സ്വത്തുകള് അത് നേരത്തേതിലും ഭംഗിയായി നോക്കി നടത്തണം, അതേ ഉള്ളു മുന്നിൽ. നിന്റെ അപ്പച്ചന് മാത്രമല്ല സ്വത്തുക്കളുള്ളത്, നിന്റെ അമ്മയ്ക്കും ഉണ്ട് തറവാട്ടിൽ സ്വത്തുക്കൾ, അതും നിനക്ക് തന്നെ ഉള്ളതാ. ശിവനന്ദൻ അതോടൊപ്പം കൂട്ടിച്ചേർത്തു. തന്നോ, അതിലെനിക്കൊരു പരാതിയില്ല. പക്ഷെ അതിന്റെ പേരിൽ വിവാഹം കഴിക്കാൻ മാത്രം പറയരുത്. എന്റെ പൊന്നോ, ഇല്ല. രഘുനന്ദൻ അവളെ നോക്കി തൊഴുതു. അല്ല, ഇവിടെ ഇപ്പോ കുഞ്ഞാച്ചൻ അവളുടെ വിവാഹത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശിവനന്ദൻ തന്റെ വശം വ്യക്തമാക്കി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, രഘുനന്ദൻ പറഞ്ഞു. ഇന്നിന് വൈകുന്നേരം അവര് വരുമ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഒന്നുകൂടി ആലോചിക്കണം. വല്യച്ഛനെ കണ്ടിട്ട് ആ സന്തോഷം കൊണ്ട് അപ്പച്ചി ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടന്നപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നറിഞ്ഞ് അതൊരു പക്ഷെ വല്യച്ഛന് താങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം കാര്യം പറയാനേ. അവൻ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ നിശബ്ദരായി. ശിവനും രഘുവും എഴുന്നേറ്റപ്പോ അവരെ യാത്രയാക്കാനായിട്ട് മറ്റുള്ളവരും എഴുന്നേറ്റു. അവരിറങ്ങിയതിനു പുറകെ ബാക്കിയുള്ളവരും യാത്ര പറഞ്ഞിറങ്ങിയപ്പോ കുഞ്ഞമ്മ കുഞ്ഞാച്ചനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ജെസിയും അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറി. മുറിക്കകത്തേക്ക് കയറിയ സ്റ്റെല്ല കുഞ്ഞമ്മ വാതിലടച്ചിട്ട് കുഞ്ഞാച്ചനെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. ആ രഘു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കുഞ്ഞമ്മ ചോദിച്ചപ്പോ കുഞ്ഞാച്ചൻ തല കുലുക്കി. ഉവ്, നമ്മുടെ മതത്തിൽ നിന്നും റോസിനൊരു ആലോചന വരുന്നതിൽ അവർക്കത്ര തൃപ്തിയില്ല. ആ അതെ, അതാണ്. അതിനെ ശരിവെച്ചുകൊണ്ട് കുഞ്ഞമ്മ പറഞ്ഞു. നിങ്ങൾ അതൊന്നും നോക്കാൻ നിക്കണ്ട, നല്ല കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിലേ നമുക്കങ്ങ് ആലോചിക്കാം. എന്റെ അമ്മച്ചി ഒന്ന് ചുമ്മാതിരിക്കാവോ? ജെസി ഇടയ്ക്ക് കയറി. റോസേച്ചിയുടെ സ്വഭാവം വെച്ച് ആരെന്ത് ആലോചന കൊണ്ടെന്നാലും പുള്ളിക്കാരി അതിന് സമ്മതിക്കത്തില്ല. ആ പ്രജിത്ത് എന്ന് പറഞ്ഞവന്റെ പ്രശ്നം കാരണം റോസേച്ചിക്ക് ഇപ്പൊ ആരെയും കണ്ണിന് പിടിക്കത്തില്ല. ആ അതെന്തായാലും നടക്കാതെ പോയത് നന്നായി. അവനൊരു തല്ലിപ്പൊളിയാന്നാ റോസ് തന്നെ പറഞ്ഞത്. അവന്റെ ഏട്ടനല്ലേ ആ ചെയ്തു, അയാളെയും നമ്മുടെ റോസിനെയും ചേർത്തല്ലേ അരണ്ടൊക്കെ എന്തൊക്കെയോ വൃത്തികേടുകൾ എഴുതി വെച്ചെന്ന് നീ പറഞ്ഞത്? കുഞ്ഞാച്ചൻ ചോദിച്ചു. അതെന്നെ, താടിക്ക് കൈതാങ്ങിക്കൊണ്ട് കുഞ്ഞമ്മ പറഞ്ഞു. ഭാഗ്യത്തിന് ഈ നാട്ടുകാർക്കൊക്കെ റോസിനെ കുറിച്ച് നല്ല അഭിപ്രായം. ഇല്ലായിരുന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? അതാ ഞാൻ പറയുന്നേ, അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താന്ന്. ആണൊരുത്തൻ തുണ വന്നു കഴിഞ്ഞാലേ പിന്നെ ഇമ്മാതിരി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ആ എന്നും വെച്ച് അവൾക്കതിന് താല്പര്യമില്ലാതെ എന്തു ചെയ്യാനാ? നമ്മുടെ ഈ മോളുടെ കാര്യമായിരുന്നെങ്കിൽ നോക്കായിരുന്നു. ഇവളാണ് ഏത് കോന്തനെ കൊണ്ടുവന്നാലും സമ്മതിച്ചേനെ. അപ്പച്ച, അപ്പച്ചന്റെ കളിയാക്കൽ കേട്ട് ജെസി അങ്ങേരുടെ നേരെ ചീറുമ്പോ കുളക്കരയിലെ തെങ്ങിൻ പൊറ്റയിൽ ഇരുന്ന് വൃശ്ചികയും യാമിയും റോസിനെ ഉപദേശിക്കുന്ന തിരക്കിലായിരുന്നു. പൊന്നു മോളെ, നിന്റെ അമ്മച്ചിയുടെ വീട്ടുകാരും അപ്പച്ചന്റെ വീട്ടുകാരും തമ്മിലേ ഒരു വടംവലിക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ. വൃശ്ചികയെ അനുകൂലിച്ചുകൊണ്ട് യാമിയും തല കുലുക്കി. ശരിയാടാ, ബന്ധുക്കളില്ലാതിരുന്നു എന്ന വിഷമം മാറി ഒടുവിൽ അതൊരു തലവേദനയായി മാറുമെന്നാ റോസ് ആശങ്കയോടെ പറഞ്ഞു. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാ. അവര് പറഞ്ഞതുപോലെ ഒരു കല്യാണം കഴിഞ്ഞാലേ അതങ്ങ് മാറിക്കൊള്ളും. വൃശ്ചികയുടെ ഉപദേശം കേട്ട് റോസ് അവളെ ചുഴിഞ്ഞൊന്നു നോക്കി. എന്താ മോളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ കാര്യം പറഞ്ഞതാ, നീ കെട്ടാനൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? ആ അതാണ്. പക്ഷെ സേതുവേട്ടൻ ഭയങ്കര വിഷമത്തിലാട്ടോ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു നെടുവേർപ്പിട്ടുകൊണ്ട് വൃശ്ചിക കുളത്തിലേക്കൊരു കല്ലെടുത്തെറിഞ്ഞു. അതെന്തു പറ്റി? റോസ് ആകാംക്ഷയോടെ അവളെ നോക്കി. അങ്ങേര് കാരണം നിന്റെ പേര് ചീത്തയായി എന്നും പറഞ്ഞാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഊങ്ങിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. ഏയ്, സേതുവേട്ടന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല.
അത് നിന്റെ മുന്നിൽ കാണിക്കാത്തതല്ലേ റോസമ്മോ? ആന്നോ? അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. പിന്നല്ലാതെ ഈ ആമയുടെ പ്രശ്നം ഉണ്ടായപ്പോ പോലും അങ്ങേര് ഇത്രയ്ക്ക് വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആണോടി? നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ചുമ്മാ പറയുകയാണെന്ന് ആലോചിക്കാതെ യാമി ആശ്ചര്യപ്പെട്ടപ്പോ വൃശ്ചിക റോസ് കാണാതെ കാല് നീട്ടി അവൾക്കിട്ടൊരു ചവിട്ട് കൊടുത്തു. തെങ്ങിൻ പൊറ്റയിൽ ചരിഞ്ഞിരിക്കുകയായിരുന്ന യാമി അതോടെ ഒന്ന് തെന്നി കുളത്തിലേക്ക് വീഴാനാഞ്ഞപ്പോ അവൾ റോസിന്റെ ചുരിദാറിൽ അള്ളിപ്പിടിച്ചു. ആലോചനയിൽ ആണ്ടിരുന്ന റോസ് അവളെ തുറിച്ചു നോക്കി. എന്തോന്നാടി, നീ ചുരിദാർ വലിച്ചു കീറോ? തെന്നിപ്പോയതാടി. അവളെ നോക്കി ഇളിച്ചിട്ട് യാമി പറഞ്ഞു. വൃശ്ചിക പറഞ്ഞത് ശരിയാകട്ടോ. അത് നീ എങ്ങനെ അറിഞ്ഞു? റോസിന്റെ കണ്ണുകളിൽ സംശയം മിന്നി. പ്രവീണേട്ടൻ പറഞ്ഞു. പുള്ളിയോട് പ്രതിഭട്ടൻ പറഞ്ഞതായി കാര്യം. ശേ. മ്ലാനത നിറഞ്ഞ മുഖത്തോടെ റോസ് കാൽമുട്ടിലേക്ക് മുഖം താഴ്ത്തിയപ്പോ വിജയിച്ചതുപോലെ വൃശ്ചിക യാമിയെ നോക്കി പെരുവിരൽ ഉയർത്തി. എന്നാലും ഞാൻ കാരണം സേതുവേട്ടന് വിഷമമായല്ലോ. സാരില്ലെന്നേ. വൃശ്ചിക റോസിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഇനി കുട്ടിക്കാനത്തേക്കോ മറ്റോ പോകുമ്പോഴേ നീ ഈ കാര്യം അങ്ങനോട് നേരിട്ടൊന്ന് സംസാരിച്ചാ മതി. ഞാൻ ഇവളും കൂടി ഇതൊക്കെ പറഞ്ഞെന്ന് അങ്ങനോട് പറഞ്ഞേക്കരുത് കേട്ടോ. ധൃതിയിൽ അവൾ അത്രയും കൂടി കൂട്ടിച്ചേർത്തപ്പോ മറുപടി പറയാതെ റോസ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കാൽ നീട്ടി വെള്ളത്തിലേക്ക് ഇട്ടു. പിറ്റേ ദിവസം കാലത്ത് സ്റ്റെല്ല കുഞ്ഞമ്മയും കുടുംബവും റോസിനോട് യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്താണ് ഗേറ്റ് കടന്ന് 2 കാറുകൾ അകത്തേക്ക് കയറി വന്നത്. തലേ ദിവസം രഘുനന്ദനും ശിവനന്ദനും വന്ന കാറ് തിരിച്ചറിഞ്ഞ റോസിന് വന്നിരിക്കുന്നത് അമ്മച്ചിയുടെ വീട്ടുകാരാണെന്ന് അറിഞ്ഞതും എന്തെന്നില്ലാത്തൊരു പരിഭ്രമം തോന്നി. ആശ്രയത്തിനെന്നോണം അവൾ കുഞ്ഞമ്മയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മുന്നിലെ കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയതും ശിവനന്ദനും രഘുനന്ദനുമായിരുന്നു. എന്തിനെന്നറിയാതെ വർദ്ധിച്ചു വന്ന ഹൃദയമിടിപ്പുമായി റോസ് നിന്നു. പിന്നിൽ നിന്നും ഇറങ്ങിയ അല്പം പ്രായമുള്ള ആൾക്ക് ശിവന്റെയും രഘുവിന്റെയും ഛായ ഉണ്ടായിരുന്നു. അതായിരിക്കും കുഞ്ഞമ്മാവൻ, അവൾ ഓർത്തു. കുഞ്ഞമ്മാവന് പിറകെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒരു സ്ത്രീ ഇറങ്ങി. മാമ കുഞ്ഞമ്മായി. റോസിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. രണ്ടാമത്തേതൊരു ബെൻസ് കാർ ആയിരുന്നു. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ആൾക്ക് ഏകദേശം സേതുവെട്ടനോളം പ്രായം വരും. അമ്മച്ചി പറയാറുള്ള നിവിനേട്ടൻ അതായിരിക്കും. നിവിനേട്ടന്റെ അങ്ങേ വശത്തു നിന്നും ഇറങ്ങിയ പ്രായമായ ആളെ കണ്ട് റോസ് അത്ഭുതപ്പെട്ടു പോയി. അമ്മച്ചി ഷർട്ടും മുണ്ടും ഉടുത്ത് മീശയും വെച്ച് വന്നാൽ എങ്ങനെയിരിക്കും? അത്രയ്ക്ക് രൂപസാദൃശ്യമുണ്ടായിരുന്നു ആ ആൾക്ക് അമ്മച്ചിയുമായിട്ട്. അത്ഭുതവും സന്തോഷവും സങ്കടവും ഒരുമിച്ച് അവളിലേക്ക് കയറി വന്നു. ഇത് തന്നെ വല്യമ്മാവൻ, അവൾ തീർച്ചപ്പെടുത്തി. കാറിന്റെ പിന്നിൽ നിന്നും ഇറങ്ങിയവരെ ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തനിക്ക് നേരെ ധൃതിയിൽ നടന്നു വരുന്ന അമ്മച്ചിയുടെ രൂപസാദൃശ്യമുള്ള വല്യമ്മാവിലായിരുന്നു അവളുടെ ശ്രദ്ധ. എന്റെ ചീക്കുട്ടി! അടുത്തേക്ക് എത്തിയ പാടെ ഗദ്ഗതത്തോടെ വിളിച്ചുകൊണ്ട് വല്യമ്മാവൻ അവളെ വാരിപ്പുണർന്നു. അമ്മച്ചിയെ പെട്ടെന്ന് കണ്ടതുപോലെ അവൾ അറിയാതെ കരഞ്ഞുപോയി. മോളെ. വളകളുടെ കിലുക്കത്തോടെ മറ്റൊരു കൈയും അവൾക്ക് നേരെ വന്നു. നീര് പൊടിഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ നോക്കി. വലിയൊരു കുങ്കുമ പൊട്ടാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. ആ കണ്ണുകളിൽ വാത്സല്യവും സ്നേഹവും മാത്രം. സാവിത്രി അമ്മായി. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചപ്പോ വല്യമ്മായി അവൾക്കരികിലേക്ക് ചാഞ്ഞ് നെറ്റിയിൽ ഉമ്മ വെച്ചു. വന്ന വാടെ ഇങ്ങനെ നിൽക്കാതെ എല്ലാവരും അകത്തേക്ക് വരുന്നേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കുഞ്ഞാച്ചൻ എല്ലാവരെയും ക്ഷണിച്ചത് കേട്ട് റോസ് കണ്ണുകൾ തുടച്ച് ഓരോരുത്തരെയായി നോക്കി. വല്യമ്മാവനും അമ്മായിയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം പടികളിൽ നിൽപ്പാണ്. പടികൾക്ക് താഴെ നിൽക്കുന്ന സുന്ദരിയായ യുവതിയുടെ ഒക്കത്ത് ഒരു 3 വയസ്സുകാരൻ കൗതുകത്തോടെ എല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അവരോടൊപ്പം സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. നിവിനേട്ടന്റെ ഭാര്യ ലക്ഷ്മിയടത്തിയും മകൻ അക്കുവും അനിയത്തി മൃദലയുമാണവർ എന്ന് അവൾക്ക് മനസ്സിലായി. അകത്തേക്ക് വായോ. സ്റ്റെല്ല കുഞ്ഞമ്മ കൂടി ക്ഷണിച്ചതോടെ അവർ ഓരോരുത്തരായി അകത്തേക്ക് കയറി. റോസിനെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വല്യമ്മാവ് നടന്നത്. അകത്തേക്ക് കയറിയതും കസേരയിൽ തന്റെ തൊട്ടടുത്ത് തന്നെ പുള്ളിക്കാരൻ അവളെ പിടിച്ചിരുത്തുകയും ചെയ്തു. ഞങ്ങളെയൊക്കെ നിനക്ക് മനസ്സിലായോ? വല്യമ്മാവൻ ചോദിച്ചു. തലയാട്ടിക്കൊണ്ട് അവൾ മറുപടി നൽകി. എന്റെ ചീക്കുട്ടിയുടെ അതേ രൂപമാ നിനക്കും. അവൾ എന്നെ കണ്ടിട്ടാന്ന് റോഡ് ക്രോസ് ചെയ്തതെന്ന് ശിവൻ പറഞ്ഞപ്പോഴാ മോളെ അറിയുന്നത്. പറഞ്ഞു വന്ന വാക്കുകൾ ഇടറിയപ്പോ വല്യമ്മാവൻ സംസാരം നിർത്തി. അതൊക്കെ ഇനി പറഞ്ഞ് അവളെ കൂടി വിഷമിപ്പിക്കണോ ഏട്ടാ? വീണ്ടും പറയാൻ തുടങ്ങിയ വല്യമ്മാവനെ തടഞ്ഞുകൊണ്ട് ചെറിയമ്മാവന്റെ വാക്കുകൾ ഉയർന്നു. വല്യമ്മായി എഴുന്നേറ്റ് ചെന്ന് സ്റ്റെല്ല കുഞ്ഞമ്മയുടെ കയ്യിൽ പിടിച്ചു. മോളോടൊപ്പം ഇത്രയും ദിവസം നിന്നതിന് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ചീക്കുട്ടി.
പറഞ്ഞു വന്നത് ഒന്ന് നിർത്തിയിട്ട് വല്യമ്മായി തുടർന്നു. പ്രീതയെ ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് ചീക്കുട്ടി എന്നാണേ. അവളുടെ പുതിയ പേര് ട്രീസാമ്മ എന്നായിരുന്നു എന്ന് ശിവനും രഘുവും പറഞ്ഞായിരുന്നു. പക്ഷെ ചീക്കുട്ടി എന്ന പേരെ നാവിൽ വരൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോ കുസൃതി കൊടുക്കുക ഒരു കിൽക്കാൻ പറ്റിയായിരുന്നു അവള്. അമ്മയുടെ ചെറുപ്പകാലത്തെ പറ്റി വല്യമ്മായി പറയുന്നത് കേട്ടപ്പോ റോസിന്റെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു. അത് ശ്രദ്ധിച്ച വല്യമ്മാവനും ചെറിയമ്മാവനും റോസിനെ ഇരുവശത്തു നിന്നും ചേർത്ത് പിടിച്ചു. അയ്യോ, അതിനെന്നാത്തിനാ നന്ദി പറയുന്നേന്നേ? കുഞ്ഞമ്മ പറഞ്ഞു. അവള് ഞങ്ങളുടെയും കൊച്ചല്ലേ. ഇപ്പൊ തന്നെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ ഇല്ലേ ഇന്ന് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ഇരുന്നതാ. അത് സാരമില്ല, ഇനിയിപ്പോ കൊച്ചെന്തായാലും ഞങ്ങളുടെ കൂടെ പോരട്ടെ. എന്റെ ചീക്കുട്ടിയുടെ മോളെ ഈ വീട്ടിൽ ഒറ്റക്കാക്കി പോകാൻ എനിക്ക് പറ്റത്തില്ല. വല്യമ്മാവിന്റെ അഭിപ്രായം കേട്ടതോടെ റോസ് ദൈന്യതയോടെ ശിവനെ നോക്കി. വിഷമിക്കേണ്ട എന്നവൻ കണ്ണടച്ച് കാണിച്ചു. അത് നമുക്ക് ആലോചിക്കാൻ വില്ലിച്ച. അവളുടെ അപ്പാപ്പന്റെ കടയും മറ്റും അവൾ ഇപ്പൊ ഏറ്റെടുത്തതേ ഉള്ളന്നേ. ഇവിടെ നിൽക്കുന്നതാ ഇപ്പൊ അവൾക്ക് നല്ലത്. ടൗണിൽ നിന്ന് ഞങ്ങൾക്കും വന്ന് നോക്കാമല്ലോ. അതെ വല്യമ്മേ, ഇവിടുന്ന് മാറി നിൽക്കാൻ എന്നോട് പറയരുത്, അതെനിക്ക് വിഷമമാവും. ശിവനന്ദന്റെ വാക്കുകൾക്കൊപ്പം റോസ് തന്റെ അഭിപ്രായം കൂട്ടിച്ചേർത്തപ്പോ അത് അംഗീകരിക്കും പോലെ ചെറിയമ്മാവനും വല്യമ്മാവന്റെ കയ്യിൽ മെല്ലെ തട്ടി. പക്ഷേ ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നേ മതിയാകൂ. നാളെ വിഷുവാണ്. അവിടെ 2 ദിവസം നിന്നിട്ട് തിരിച്ചു പോരാം. നിന്റെ അമ്മ ജീവിച്ചിരുന്ന വീട് നിനക്കൊന്ന് കാണണ്ടേ? വല്യമ്മാവൻ ആ പറഞ്ഞതിൽ ആഗ്രഹം തോന്നിയ റോസ് കുഞ്ഞമ്മയെ നോക്കി. കുഞ്ഞമ്മയാവട്ടെ എന്ത് വേണമെന്ന ആശയക്കുഴപ്പത്തോടെ കുഞ്ഞാച്ചനെയും നോക്കി. അതിനിപ്പോ എന്താ, 2 ദിവസം നിൽക്കാനല്ലേ അവള് വരുന്നേ. ജോൺ കുഞ്ഞാച്ചൻ സമ്മതിച്ചതോടെ റോസും സന്തോഷത്തോടെ തല കുലുക്കി. അത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ അവിടെ ഒന്ന് നിൽക്കുകയും വേണം. വരാം വല്യമ്മേ. ആ ഒരു കാര്യത്തിൽ തൽക്കാലം തൃപ്തി വന്നതുപോലെ വല്യമ്മാവൻ അവളുടെ തലയിൽ തലോടി. ഡാക്കു വന്നേ, നിന്റെ അപ്പച്ചിയെ പരിചയപ്പെടണ്ടേ? രഘു കൈനീട്ടിയതോടെ ലക്ഷ്മിയുടെ മടിയിലിരിക്കുകയായിരുന്ന അക്കു അവന്റെ കൈകളിലേക്ക് ചാടി വീണു. അവൻ കൊച്ചിനെയും കൊണ്ട് റോസിന്റെ മുന്നിലെത്തി. അവൾ അവന് നേരെ കൈ നീട്ടിയെങ്കിലും അപരിചിതത്വത്തോടെ കുഞ്ഞ് രഘുവിന്റെ തോളിലേക്ക് ചായുകയാണ് ചെയ്തത്. എന്നിട്ട് ഇടയ്ക്ക് അവളെ ഇടം കണ്ടിട്ട് നോക്കുകയും ചെയ്തു. ലക്ഷ്മിയും മൃദുലയും എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നപ്പോ അക്കൂടെ നിവിനും പാമച്ചെറിയമ്മായും കൂടി. നിവിനേട്ടനെ പറ്റിയും ചെറിയമ്മയെ പറ്റിയും അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. റോസ് അത് പറഞ്ഞപ്പോ ചെറിയമ്മായി അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഞാൻ കല്യാണം കഴിച്ച തറവാട്ടിലെത്തി അധികം താമസിക്കും മുന്നെയാണ് ചീക്കുട്ടി നിന്റെ അപ്പച്ചന്റെ കൂടെ പോന്നത്. അതുകൊണ്ട് ഏട്ടത്തിയുടെ അത്രയും അടുപ്പമൊന്നും എനിക്ക് നിന്റെ അമ്മയോട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരൊക്കെ പറഞ്ഞു ധാരാളം കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ ആ പഴയ അപ്പച്ചിയെ നേരിട്ട് കാണുന്നത് പോലെയാ തോന്നുന്നത്. അപ്പച്ചി പോരുമ്പോ എനിക്ക് 5 വയസ്സോ മറ്റേ ഉള്ളൂ. ബാക്കി നിവിനും പറഞ്ഞു. എല്ലാ ദിവസവും രാത്രി കിടക്കും മുന്നേ ഞാനും അമ്മച്ചിയും കൂടി ആ വരാന്തയിലെ പടികളിലിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോ വീട്ടിലെല്ലാവരുടെയും കാര്യങ്ങൾ അമ്മച്ചി പറയും. പുറത്ത് കാണിക്കാറില്ലെങ്കിലും നിങ്ങളെയൊക്കെ കാണാൻ അമ്മച്ചി ഏറെ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അവളുടെ വാക്കുകൾ അവിടെ നിശബ്ദത പടർത്തി. ചെറിയമ്മാവനാണ് ഒടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചത്. അതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? അവളെ അവസാനമായിട്ട് ഒന്ന് കാണാനുള്ള ഭാഗ്യമില്ലാതെ ആയിപ്പോയി ഞങ്ങൾക്ക്. വേദനയുടെ നെടുവീർപ്പുകൾ വീണ്ടും ഉയർന്നു. എല്ലാവരുടെയും മനസ്സിൽ അകാലത്തിൽ യാത്ര പറഞ്ഞു പിരിഞ്ഞ പ്രീസാമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞപ്പോ സ്റ്റെല്ല കുഞ്ഞമ്മ എഴുന്നേറ്റു. നിങ്ങൾ ഇരിക്കട്ടോ, ഞാൻ പോയി ചായ എടുത്തേച്ചും വരാം. അടുക്കളയിലേക്ക് നടന്നപ്പോ അവർ ജെസ്സിയെയും കൂടെ കൂട്ടി. എടി, ഇന്ന് റോസ് എന്തായാലും അവരുടെ കൂടെ പോകും. നീയും പോണം അവരുടെ കൂടെ. അടുക്കളയിലേക്ക് കയറിയതും അമ്മച്ചി പറഞ്ഞത് കേട്ട് ജെസ്സി കണ്ണു വിഴിച്ചു. എന്തിന്? എടി പെണ്ണേ, ശബ്ദമൊന്ന് താഴ്ത്തി പുറത്തേക്കൊന്ന് എത്തി നോക്കിയിട്ട് സ്റ്റെല്ല തുടർന്നു. അവിടെ ചെന്നിട്ടേ അവരുടെ ചുറ്റുപാടും റോസിനോടുള്ള അവരുടെ പെരുമാറ്റവും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കണം. എന്താ അവരുടെ ഉദ്ദേശമെന്ന് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. എന്റെ അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾ ഇഷ്ടക്കേടോടെ അമ്മച്ചിയെ നോക്കി. ആ പറഞ്ഞതിന് സ്റ്റെല്ല അവളുടെ കിറിക്കിട്ടൊരു കുത്തു വെച്ചു കൊടുത്തു. പെണ്ണെ, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടേച്ചാ മതി. റോസിന്റെ കൂടെ പോകാൻ നീയും ആഗ്രഹം പറഞ്ഞു എന്ന് ഞാൻ അവരോട് പറയും. നീ അതങ്ങ് മിണ്ടാതെ നിന്ന് സമ്മതിച്ചേച്ചാ മാത്രം മതി, കേട്ടല്ലോ. ഭീഷണി പോലെ സ്റ്റെല്ല കണ്ണുരുട്ടിയപ്പോ ജെസ്സി മനസ്സില്ലാ മനസ്സോടെ നിന്ന് തല കുലുക്കി. ചായയും പലഹാരങ്ങളുമായി അവർ തിരികെ ചെല്ലുമ്പോൾ ഭാര്യയടുത്ത് പോയി വൃശ്ചികയെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള ചർച്ചയിലായിരുന്നു മുതിർന്നവർ. നിവിൻ മുതൽ താഴോട്ടുള്ളവരെ ആകട്ടെ അവിടെ കാണാനും ഉണ്ടായിരുന്നില്ല.
ഈ പിള്ളേരൊക്കെ എവിടെ പോയി? ചായയും പലഹാരങ്ങളും ടീപ്പോയിലേക്ക് നിരത്തി വെക്കുന്നതിനിടയിൽ കുഞ്ഞമ്മ ചോദിച്ചു. ആ, അവരെല്ലാം കൂടി ആ റോസിന്റെ മീൻ വളർത്തല് കാണാൻ പോയേക്കുവാ. കുഞ്ഞച്ചനാണ് മറുപടി പറഞ്ഞത്. ഡി ജെസി, നീ പോയി അവരെ ഒന്ന് വിളിച്ചേച്ചും വന്നേ. അമ്മച്ചി പറഞ്ഞത് കേട്ടും കൊണ്ട് ജെസി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോസിനൊപ്പം അവളുടെ അമ്മച്ചിയുടെ വീട് കാണാൻ ജെസിക്കും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ഒപ്പിക്കുകയായിരുന്നു സ്റ്റെല്ല കുഞ്ഞമ്മ. ജെസി ചെല്ലുമ്പോ കുളത്തിലിറങ്ങി നിൽക്കുന്ന റോസിന്റെ തോളിലായിരുന്നു അക്കു. അവളോട് ചേർന്ന് നിൽക്കുന്ന മൃദുലയുടെ കയ്യിൽ മീനുകൾക്ക് തീറ്റയായി കൊടുക്കുന്ന ഇലകളുമുണ്ട്. അവൾ അത് ഓരോന്നും വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അതിനുവേണ്ടി മത്സരിച്ച് കുത്തിമറിയുന്ന മീനുകളെ കണ്ട് കൈ കൊട്ടി ചിരിക്കുകയാണ് അക്കു. സൂക്ഷിച്ചു നിൽക്കണേ മോളെ, അവൻ കയ്യിൽ നിന്ന് ചാടും എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തെങ്ങിന്റെ പൊറ്റയിൽ ചവിട്ടി നിവിന്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നു. ശിവനും രഘുവും കൂടി മീൻ പിടിക്കാനുള്ള കൊട്ടയുമായി കുളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ദേ എല്ലാവരും ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ജെസി വിളിച്ചു പറഞ്ഞപ്പോ എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് വന്നു വീണു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. Sim, sim.